വാടക വീട്ടിലല്ലേ താമസം? ഞാൻ കണ്ടിട്ടുണ്ട്. എന്റെ പേര് സിയ. മിയ. നൈസ്. മീനുമോൾ അവിടെ, അവളല്ലേ ഇന്നത്തെ സ്റ്റാർ. ചൂടാനൊന്നും പ്ലാൻ ഇല്ലല്ലോ? പിന്നെ ഈ വാടകക്കാരായാലും ഒരാഴ്ചക്കുള്ളിൽ ഒഴിപ്പിച്ചോണം. അന്നത്തെ ആ സംഭവം അച്ഛനിനി ഓർക്കണ്ട. അന്നൊരു തെറ്റ് പറ്റി, ഇനി അതുണ്ടാവില്ല. ഷോ ഇറങ്ങണമല്ലോ ജോബിത്രേ, താനും മോള് മാത്രല്ലേ ഉള്ളൂ വീട്ടില്. സിനിമാളിൻ്റെ ഈ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിസ്മയ മോഹൻലാൽസ് തുടക്കം, അങ്ങനെയാണ് ഇന്നിറങ്ങിയ സിനിമയുടെ സെൻസർ ചെയ്ത പേര്. സെൻസർ സർട്ടിഫിക്കറ്റിൽ അപ്രകാരമാണ് കാണിക്കുന്നത്: വിസ്മയ മോഹൻലാലിൻ്റെ തുടക്കം. തീർച്ചയായും നമുക്കറിയാം, മലയാളത്തിൻ്റെ പ്രസിദ്ധ സൂപ്പർ താരം മോഹൻലാലിൻ്റെ മകൾ വിസ്മയയുടെ ആദ്യ സിനിമ മോഹൻലാലിൻ്റെ തന്നെ നിർമ്മാണ കമ്പനിയായ ആശീർവാദ് ഫിലിംസ്, ആൻ്റണി പെരുമ്പാവൂർ നിർമ്മിച്ച് ജൂഡ് ആൻ്റണി ജോസഫാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. മുൻപ് പല ഹിറ്റുകൾ സംവിധാനം ചെയ്ത ഒരു സംവിധായകനാണ് ജൂഡ് ആൻ്റണി. നമുക്കറിയാം, 2018 അടക്കമുള്ള ചിത്രങ്ങൾ. ഈ സിനിമയും മുഖ്യധാരാ സിനിമയുടെ ഫോർമാറ്റിൽ ചെയ്തിട്ടുള്ള ഒരു സിനിമ തന്നെയാണ്. ക്രൈം അടക്കമുള്ള കാര്യങ്ങൾ ആണ് അതിൻ്റെ ഉള്ളടക്കത്തിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. സ്പോയിലർ അലർട്ടിൻ്റെ പ്രശ്നങ്ങളൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. നേരത്തെ പ്രണവ് മോഹൻലാലിൻ്റെ പല സിനിമകൾ വന്നിട്ടുണ്ട്, ആദി അടക്കമുള്ള സിനിമകൾ. എന്നെ സംബന്ധിച്ചിടത്തോളം പ്രണവ് മോഹൻലാലിൻ്റെ ആദി കണ്ടതിനേക്കാൾ വളരെ മികച്ചു നിൽക്കുന്ന ഒരു സിനിമയാണ്. ഞാൻ അതിനോട് പെട്ടെന്ന് താരതമ്യം ചെയ്തു പോയി. മറ്റ് പ്രത്യേക ഉദ്ദേശം കൊണ്ടൊന്നുമല്ല. വിസ്മയ മോഹൻലാലിൻ്റെ തുടക്കക്കാരിയാണ് എന്ന രീതിയിലുള്ള പരിഭ്രമങ്ങളൊന്നുമില്ലാതെ, എന്നാൽ പ്രത്യേകമായ രീതിയിൽ എന്തെങ്കിലും ഒരു ഗ്ലോറിഫിക്കേഷനോ അതല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു ഡെക്കറേഷനോ ഇല്ലാത്ത രീതിയിലുള്ള ഒരു സിനിമയാണ്. മയക്കുമരുന്നിനെതിരെയും അതുപോലെ തന്നെ സ്ത്രീകൾക്കെതിരായ ആക്രമണത്തിനെതിരെയും ഒക്കെയുള്ള ഒരു ഉള്ളടക്കമാണുള്ളത്. അതിൽ വിസ്മയ മികച്ച രീതിയിൽ അഭിനയിക്കുകയും ചെയ്തു. നേരത്തെ പറഞ്ഞതുപോലെ ഈ സിനിമ പെട്ടെന്ന് കൂടുതൽ ശ്രദ്ധിക്കപ്പെടാൻ കാരണം മോഹൻലാലിൻ്റെ മക്കൾ അഭിനയിക്കുന്നു എന്നതുകൊണ്ട് മാത്രമല്ല. ഈ സിനിമയുടെ പ്രമോഷനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സാഹചര്യത്തിലാണ് ദില്ലിയിൽ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സമരം, ജന്തർ മന്ദറിൽ നടന്ന സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പലരും, സിനിമാ രംഗത്തുള്ള പലരും അഭിപ്രായം പറഞ്ഞ അതിൻ്റെ അതേ സമയത്ത് തന്നെയാണ് വിസ്മയയും ഈ സമരത്തിന് അനുകൂലമായി, അല്ലെങ്കിൽ യുവജനങ്ങളെ നിങ്ങൾ കേൾക്കേണ്ടതുണ്ട്, അവർക്കുള്ള ഫ്രസ്ട്രേഷൻ മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് ഭരണാധികാരികളോട് തുറന്നു പറഞ്ഞത്. ആ സമയത്ത് മേജർ രവി അടക്കമുള്ള കേന്ദ്രഭരണത്തെ അനുകൂലിക്കുന്നവർ, നമ്മൾ സാധാരണ സംഘികളെന്ന് വിളിക്കുന്നവർ എല്ലാം തന്നെ വൻതോതിൽ വിസ്മയ മോഹൻലാലിനെതിരായി സാമൂഹ്യ മാധ്യമ ആക്രമണം നടത്തുകയുണ്ടായി. ആദ്യഘട്ടത്തിലൊന്നും തന്നെ അതിനെ സംബന്ധിച്ച് സംസാരിക്കാതിരുന്ന മോഹൻലാൽ താൻ മകളോടൊപ്പമാണെന്ന് പിന്നീട് പറയുകയും ചെയ്തു. ഈ സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള ഒരു സിനിമ റിലീസ് ചെയ്യുന്ന സമയത്തും പല രീതിയിലുള്ള സാമൂഹ്യ മാധ്യമ ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനിടയിലാണ് സിനിമ വരുന്നത്. വലിയ ഹൈപ്പൊന്നുമില്ല. മോഹൻലാലിൻ്റെ ഒരു ക്യാമിയോ റോളുണ്ട് എങ്കിലും മോഹൻലാൽ ഫാൻസ് അസോസിയേഷൻ്റെ വലിയ ആർപ്പുവിളികളോ ഒന്നും തന്നെ ഇല്ല. അതേസമയം ഒരു പെൺകുട്ടി എപ്രകാരമാണ് തൻ്റെ പ്രതിരോധം, തൻ്റെ ശരീരത്തിന് നേരെ വരുന്ന ആക്രമണങ്ങൾ, അല്ലെങ്കിൽ സമൂഹത്തിൽ തനിക്ക് ഇടപെടേണ്ടതുണ്ട് എന്ന് തോന്നുന്ന സാഹചര്യത്തിൽ എങ്ങനെയാണ് പ്രതിരോധം തീർക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ചുള്ള മുഖ്യധാരാ സിനിമയുടെ ഫോർമാറ്റിനകത്ത് നിന്നുകൊണ്ടുള്ള ഒരു ഗുണപാഠ കഥയാണ് ഈ സിനിമയ്ക്കുള്ളത്. പ്രത്യേകിച്ചും ദൃശ്യം, തുടരും, അതല്ലെങ്കിൽ മാർക്കോ പോലുള്ള നിരവധി സിനിമകൾ ധാരാളം വയലൻസും അതോടൊപ്പം തന്നെ നമ്മളിലൊരു പോസിറ്റീവ് വൈബ് ഉണ്ടാക്കാതെ ഭീതി ജനിപ്പിക്കുന്ന നിരവധി സിനിമകൾ ഇവിടെ ഹിറ്റായിട്ടുണ്ട്.
അതിനിടയിലാണ് അത്തരത്തിലുള്ളൊരു ഭീതി ജനിപ്പിക്കുന്ന ഒരു സിനിമയല്ല ഈ തുടക്കം എന്ന സിനിമ. അതാണ് പ്രധാനം. മാത്രമല്ല അതിൽ ഒരുപാട് വയലൻസ് രംഗങ്ങളും സംഘടന രംഗങ്ങളൊക്കെ ഉണ്ട്. ഇതെല്ലാം തന്നെ കുറേ കൂടി സിനിമാറ്റിക്കായ രീതിയിൽ ജൂഡ് ആൻ്റണിക്ക് എടുക്കാൻ സാധിച്ചിട്ടുണ്ട്. നമ്മളിൽ അറപ്പുളവാക്കുകയും അതുപോലെ തന്നെ ഭീതി ഉണ്ടാക്കുകയും സംഭ്രമം ഉണ്ടാക്കുന്നുണ്ട്. അത് തീർച്ചയായും സിനിമയ്ക്ക് വേണ്ടതാണ്. പക്ഷേ അതേസമയത്ത് തന്നെ നമ്മളിലെ വളരെ ഒരു ജുഗുപ്സാവഹമായ സാഹചര്യം ഇല്ലാതെ മിക്കപ്പോഴും കഴിയാവുന്നത്ര സിനിമ ചിത്രീകരിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞതുപോലെ സമൂഹത്തിൽ മയക്കുമരുന്നിൻ്റെയും അതുപോലെ തന്നെ സ്ത്രീകൾക്കെതിരായ ആക്രമണത്തിൻ്റെയും എല്ലാം പശ്ചാത്തലം ഈ സിനിമയിൽ വിശദീകരിക്കുന്നുണ്ട്. അതിനോട് എങ്ങനെയാണ് ചെറുക്കേണ്ടത് എന്ന കാര്യമാണ് പൊതുവായി പറയുന്നത്. മാത്രമല്ല നമുക്കറിയാം ഒരുപാട് പോലീസ് പ്രൊസീജിയറൽ സിനിമകൾ, ഷാഹി കബീർ, സിനിമാറ്റിക് യൂണിവേഴ്സ് എന്നൊക്കെ പറയാവുന്നത് പോലെയുള്ള ധാരാളം സിനിമകൾ ഇവിടെ വന്നിട്ടുണ്ട്. അതെല്ലാം തന്നെ പോലീസുകാരുടെ ഭാഗത്ത് നിന്ന് അവരുടെ പോലീസ് സംവിധാനം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നമ്മളെ മനസ്സിലാക്കുന്ന രീതിയിലുള്ള സിനിമകളാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായി ഈ സിനിമ പോലീസിൻ്റെ കഥാപാത്രങ്ങളെ വളരെ നാച്ചുറലായി അതല്ലെങ്കിൽ വളരെ യഥാർത്ഥ തത്വത്തോടു കൂടി അവതരിപ്പിക്കാൻ ഈ സിനിമയിൽ സാധിക്കുന്നുണ്ട്. ഓരോ പോലീസ് കഥാപാത്രങ്ങളും വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള ആളുകളാണ്. വളരെ നല്ല രീതിയിൽ ജനങ്ങളോട് പെരുമാറുന്നവരുണ്ട്, അവരെ പരിഹസിക്കുന്നവരുണ്ട്. മാത്രമല്ല മുൻപ് ഒരു സിനിമയിൽ ഹരിശ്രീ അശോകൻ കള്ളനായ ഒരു സിനിമയിൽ അദ്ദേഹം പോലീസ് സ്റ്റേഷനിൽ ചെന്നിരിക്കുന്ന സമയത്ത് പോലീസ് ഏതൊരു വീട്ടിൽ നിന്ന് തങ്ങൾ വീട് അടച്ചു പോവുകയാണെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണമെന്നാണ് പറയുന്നത്. അപ്രകാരം അറിയിക്കുന്ന സമയത്ത് അതെല്ലാം നോട്ട് ചെയ്ത് വെച്ചുകൊണ്ട് അവിടെ തന്നെ മോഷണത്തിന് കയറുന്ന ഹരിശ്രീ അശോകൻ്റെ ഒരു കഥാപാത്രം ഉണ്ട്. ഇതിലത്തെ ഒരു പോലീസുകാരൻ കാണാതാവുന്നൊരു പെൺകുട്ടിയെക്കുറിച്ച് അല്ലെങ്കിൽ ആ പെൺകുട്ടി പിന്നീട് വീട്ടിൽ നേരിടുന്ന ഒരു ആക്രമണത്തെ തിരിച്ച് പ്രതിരോധിക്കുന്ന സമയത്ത് അനാവശ്യമായ ചില ഊഹാപോഹങ്ങൾ അതല്ലെങ്കിൽ ഗോസിപ്പുകൾ സോഷ്യൽ മീഡിയ വഴി അടിച്ചുവിടുകയും അത് ജനങ്ങളെല്ലാം തന്നെ പ്രത്യേകിച്ചും പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് വന്നതുകൊണ്ട് ജനങ്ങളെല്ലാം തന്നെ വിശ്വസിക്കുകയും ഗ്രൂപ്പുകളിലൂടെ പരക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഈ സിനിമയിൽ ചിത്രീകരിക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾക്ക് സുരക്ഷ ഏർപ്പെടുത്തേണ്ടവർ അതല്ലെങ്കിൽ സമൂഹത്തിൽ നമ്മൾ ആശ്രയിക്കുന്ന പോലീസ് സംവിധാനം തന്നെ ഇതേപോലെ ജീർണിക്കുന്ന സമയത്ത് എങ്ങനെയാണ് ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച സിനിമയിൽ വീടടച്ചു പോകുന്ന സമയത്ത് നിങ്ങൾ പോലീസിൽ അറിയിക്കണമെന്ന് പറയുന്ന സമയത്ത് അതുതന്നെ ഒരു ഭീഷണിയായി വരുന്നത് പോലെ നമ്മുടെ വീട്ടിലൊരു ആക്രമണം ഉണ്ടാകുന്ന സമയത്ത് പോലീസ് അവിടെ വരുന്ന സമയത്ത് പോലീസ് അതുതന്നെ കൃത്യമായ അന്വേഷണം നടത്താതിരിക്കുകയും അതോടൊപ്പം നമ്മളെ സംബന്ധിച്ച അപവാദങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നൊരു സാഹചര്യം എത്രമാത്രം ഹീനമാണ് എന്ന കാര്യം ഈ സിനിമയിൽ അതിൻ്റെ മുഖ്യ ഇതിവൃത്തമൊന്നും അല്ലെങ്കിൽ തന്നെയും അത് വരുന്നത് വളരെ പ്രത്യേകിച്ചും അതിൻ്റെ ഒരു സാമൂഹ്യ വിമർശന സ്വഭാവം മറ്റ് പല ഇതുണ്ടായിരിക്കെ തന്നെ ആ ഒരു സാമൂഹ്യ വിമർശന സ്വഭാവമാണ് എനിക്ക് പ്രത്യേകിച്ചും അത് ആകർഷകമായി തോന്നിയത്. ഈ സിനിമയ്ക്ക് നല്ല വിജയമുണ്ടാകട്ടെ. വിസ്മയ മോഹൻലാലിന് തൻ്റെ ചലച്ചിത്ര ജീവിതത്തിൽ കൂടുതൽ ഉയരങ്ങളിൽ എത്താൻ സാധിക്കട്ടെ എന്ന് അഭിനന്ദിക്കുന്നു. അഭിവാദനങ്ങൾ.